ഹലോ. സോ യെസ്, സ്കിൻ കെയർ. എൻ്റെ സ്കിൻ കെയർ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാനിതിൽ പറയുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന പ്രൊഡക്ട്സും ഏതെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു എ പാച്ച് ടെസ്റ്റ്. പണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് പറയുന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്, നിങ്ങൾക്ക് ചിലപ്പോൾ അലർജിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ പാച്ച് ടെസ്റ്റ് ഒന്നെങ്കിൽ ഇവിടെ ചെയ്യാം, പിന്നെ ഇവിടെ മറന്നുപോയി, കൈയിൻ്റെ ഇവിടെയോ ചെയ്യാം, പിന്നെ ഇവിടെ ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തു കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് വാഷാണേ. ഇത് ആക്ച്വലി ഞാൻ വേറൊരു ഫേസ് വാഷ് യൂസ് ചെയ്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെറ്റഫിലിൻ്റെ ഒരു ക്ലെൻസർ ഉണ്ട്. അതായിരുന്നു യൂസ് ചെയ്തത്, വലിയ ഡപ്പയാണ്. അത് യൂസ് ചെയ്ത് തീർന്നപ്പോൾ എൻ്റെ അമ്മ വാങ്ങിച്ചതാണിത്, ഈ ഒരു സിമ്പിളിൻ്റെ. അപ്പം ഞാൻ അതങ്ങ് ഓസി, അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു സാധനം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ട്, എനിക്കറിയാം, പച്ച കളറിൽ. അതിന് ഒരുപാട് പേര് ഉപയോഗിക്കുന്നതും നല്ല റിവ്യൂസ് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇത് എനിക്ക് വലിയ അഭിപ്രായമില്ല കേട്ടോ. ഞാൻ സെറ്റഫിലോട്ട് തന്നെ തിരിച്ചു പോകും. എനിക്ക് സെറ്റഫിലിൻ്റെ ആ ക്ലെൻസർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ യൂസ് ചെയ്യുന്നത് ലിപ് ബാം ആണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം വന്നിട്ട് ഈ ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാം ആണ്. ഇപ്പം വാങ്ങിച്ചോളൂ കേട്ടോ, പുതുപുത്തനാണ്. ഞാൻ ഉപയോഗിച്ച ലിപ് ബാം തീർന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്യാം. ഒരുപാട് ലിപ് ബാംസ് ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ കേട്ടോ, ഒരുപാട്. ഫോർ എക്സാമ്പിൾ മേബ്ലിൻ, ലാക്മേ, നിവ്യ, വാസ്ലിൻ, പ്ലം, ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡോട്ട് ആൻഡ് കീ, അങ്ങനെ ഒരുപാട്. ഞാനൊരു ലിപ് ബാം നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ പ്രയോറിറ്റിയെ. ഒന്ന്, എൻ്റെ ചുണ്ട് നല്ല പിഗ്മെൻറ്റഡാണ്, കുറച്ച് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സാണ് എൻ്റേത്. അപ്പം ടിൻറ്റഡ് ആയിരിക്കണം, മസ്റ്റ്. ഒരു ചെറിയ ടിൻറ്റ് ഓഫ് കളർ എൻ്റെ ലിപ് ബാമിൽ വേണം. ഫോർ എക്സാമ്പിൾ ഇത് തന്നെ, ഇതുപോലെ, അത് നിർബന്ധമാണ്. പിന്നെ എല്ലാവരും ലിപ് ബാം എന്തിനാണ് ഉപയോഗിക്കുന്നത്, മോയ്സ്ചറായിട്ടിരിക്കാൻ, അത് വേണം. പിന്നെ SPF ഉള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം ഇതിന് SPF ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ ലിപ് ബാമിൽ നോക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്ന മോയ്സ്ചറൈസറാണ്. ഇത് വായിക്കുന്ന കറക്റ്റാണോ എനിക്കറിയത്തില്ല. ഇമോലിൻ എന്നാണോ എന്നറിയത്തില്ല. എനിവേ, എമോലിൻ എന്ന് പറയാം അല്ലേ, എമോലിനാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ കുറേ ആയി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 6-ാമത്തെയോ 5-ാമത്തെയോ ട്യൂബാണിത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ക്ലെൻസറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സെറ്റഫിലിൻ്റെ ക്ലെൻസർ എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ഈ ഒരു മോയ്സ്ചറൈസർ, മൈ കംഫർട്ടബിൾ മോയ്സ്ചറൈസർ. ഒരു സമയത്ത് ഇത് ഭയങ്കര ട്രെൻഡിങ്ങും വൈറലായ ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. അപ്പം ഞാൻ വാങ്ങിച്ചതായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാനിത് ഇനി കുറേ നാൾ ഉപയോഗിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു കംഫർട്ടബിൾ സേഫ് മോയ്സ്ചറൈസറാണ് ഇത്. ഞാൻ വേറെ ഇനിയും പരീക്ഷിക്കാനൊന്നും പോയിട്ടില്ല മോയ്സ്ചറൈസർ. ആൻഡ് യെസ്, എനിക്കിഷ്ടമാണ്. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് തോന്നും കേട്ടോ. ഞാനത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഫറൻറ്റ്. എനിക്കങ്ങനെ എന്താ പറയണ്ട, ഫേസിലെ കുരു കുറഞ്ഞു, ഞാൻ കുറേ വെളുത്തു, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അങ്ങനെയൊന്നും നമുക്ക് വെളുക്കാൻ പറ്റില്ല. ആ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. എവ്രിതിങ് ടേക്ക് ഇറ്റ്സ് ടൈം. ആൻഡ് വെളുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉപയോഗിക്കില്ല. ആ ഒരു ഫേസിലൊരു ഹൈഡ്രേഷൻ ഉണ്ടോ, ഒരു ഗ്ലോ ഉണ്ടോ ഇവിടെയൊക്കെ, അത് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് ഇതിടുമ്പോൾ കാണാം കേട്ടോ. നല്ലൊരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ഇത്, പറയാതിരിക്കാൻ വയ്യ. എനിക്കിത് ഇഷ്ടമാണ്. ഇനി പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഫീൽ എനിക്കിഷ്ടമാണ്. ആൻഡ് ഇത് എനിക്ക് ഉപയോഗിച്ചിട്ട് ഇതുവരെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ പിമ്പിൾസ് വരിക അല്ലെങ്കിൽ ഡാമേജ് ആവുക അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഒരു ടിപ്പ് ഞാൻ പറയാം. നിങ്ങൾ ഒരിക്കലും ഡ്രൈ സ്കിന്നിൽ ഒരിക്കലും സ്കിൻ കെയർ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, എല്ലാവരും ഫേസ് വാഷ് ചെയ്തിട്ടാണല്ലോ സ്കിൻ കെയറിലോട്ട് പോകുന്നത്. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്കിന്നിൽ ആ ഒരു വെള്ളം, ഒരു ചെറിയ ഈർപ്പം വേണം. ആ ഈർപ്പത്തിൻ്റെ മുകളിൽ വേണം നിങ്ങൾ മോയ്സ്ചറൈസറും മറ്റു കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ. അതായത് വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്ന സമയത്തല്ല കേട്ടോ, അതല്ല, ഒരു ചെറിയ നനവ്. അതായത് നിങ്ങൾക്കറിയാം, ഫേസ് വാഷ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫേസ് അങ്ങ് ഡ്രൈ ആവും ഇല്ലേ. ആ ഡ്രൈ ആവുന്നവരെ നിൽക്കരുത്. ഡ്രൈ ആവുന്നതിന് മുന്നേ ആയിട്ട് വേണം നമ്മൾ ഫേസിൽ മോയ്സ്ചറൈസറും ടോണറോ സൺസ്ക്രീനോ ഒക്കെ അപ്ലൈ ചെയ്യാൻ. ഇത് ഞാൻ ഇവിടെ കേട്ടതാണ്. കാരണം വേറൊന്നുമല്ല, ആ ഒരു ചെറിയ നനവോടുകൂടി അതിൻ്റെ മുകളിൽ നമ്മൾ സ്കിൻ കെയർ യൂസ് ചെയ്യുമ്പം സ്കിൻ കെയർ കുറച്ചുകൂടെ നല്ലതായിട്ട് സ്കിന്നിൽ അബ്സോർബ് ആവും കേട്ടോ. അതാണ് അതിൻ്റെ റീസൺ.
ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ടാബ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെറിയ നനവുള്ള ഡാം സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസറും മറ്റു കാര്യങ്ങളൊക്കെ സ്കിൻ ഇത്തിരി കൂടെ നല്ലതായിട്ട് അബ്സോർബ് ചെയ്യും. അതൊരു ടിപ്പാട്ടോ. ഇപ്പം തന്നെ നിങ്ങളെൻ്റെ ഫേസ് നോക്കിയേ, ആ ഫസ്റ്റ് ഫേസും ഇപ്പോഴത്തെ ഫേസും തമ്മിൽ കുറച്ച് ആ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. തീർന്നു, ഇത്രയുള്ള എൻ്റെ സ്കിൻ കെയർ. സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് സൺസ്ക്രീൻ വന്നിട്ട് ഇതായിരുന്നു. ഇത് ഡെർമാഫിക്സിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ. ഇത് നിങ്ങളെൻ്റെ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടാണ്. ഞാനിപ്പോൾ ഇത് തുറന്ന് അതിൻ്റെ അകത്തൊന്നും തോണ്ടി എടുത്തു. ഇനി ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. അപ്പം ഞാൻ വേറൊരെണ്ണം ഇതെൻ്റെ എങ്ങനെ എൻ്റെ കയ്യിൽ വന്നതാണ്. അപ്പം ഞാൻ ഇത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ റിവ്യൂവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അധികം ഫെമിലിയർ ആയിട്ടുള്ളൊരു ബ്രാൻഡും അല്ല ഇത് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ റിവ്യൂ പറയാവേ. അപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ അടുത്ത ടിപ്പാണ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ വേസ്റ്റ് ആണ് സൺസ്ക്രീൻ. ഈ ടു ഫിംഗർ മെത്തേഡാണ് സൺസ്ക്രീനിൽ എല്ലാവരും പറഞ്ഞു കേട്ടുള്ളത്. ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അറ്റ്ലീസ്റ്റ് ഈ 2 ഫിംഗർ സൺസ്ക്രീൻ എങ്കിലും നിങ്ങൾ എടുക്കണം. ഓക്കെ, അല്ലാതെ ഞാൻ നേരത്തെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന കണ്ട പോലെ കുത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ തൂക്കാനാണെങ്കിലും പോരാ. അതിനേക്കാൾ നല്ലത് നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുന്ന കേട്ടോ. അതുകൊണ്ട് ബിക്കോസ് സൺസ്ക്രീൻ അറ്റ്ലീസ്റ്റ് 2 ഫിംഗർ രീതിയിൽ ഉപയോഗിക്കണം. അത് മാത്രമല്ല സൺസ്ക്രീൻ ഓരോ 2 മണിക്കൂറെങ്കിലും കൂടുമ്പം റീഅപ്ലൈയും ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ആൻഡ് ഈ 2 ഫിംഗർ ഇതിൽ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ അത് എഫിഷ്യൻ്റ് അല്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി പോരാ നമ്മുടെ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കേട്ടോ. എപ്പോഴും അറ്റ്ലീസ്റ്റ് 2 ഫിംഗർ എടുത്തിട്ട് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ. പിന്നെ വേറൊരു ടിപ്പ്, ഓക്കെ, ഇത് മേക്കപ്പിലും സ്കിൻ കെയറിലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. വേറൊന്നുമല്ല, ഫേഷ്യൽ ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഫേഷ്യൽ ഹെയർ കളഞ്ഞിട്ട് സ്കിൻ കെയർ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേഷ്യൽ ഹെയറിനെ നിങ്ങൾ ഇൻസെക്യൂർ ആകണം അങ്ങനെയൊന്നുമല്ല. വേറൊന്നുമല്ല, ഈ ഫേഷ്യൽ ഹെയർ ഉണ്ടല്ലോ, ഫേഷ്യൽ ഹെയർ ഉള്ളൊരു ഫേസിൽ നിങ്ങൾ ഈ സ്കിൻ കെയർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ നിങ്ങളുടെ പകുതി സ്കിൻ കെയർ പ്രൊഡക്റ്റും ഫേഷ്യൽ ഹെയറിൽ തങ്ങിയിരിക്കുന്നു. അത് ചിലപ്പം ഡയറക്റ്റ് ആയിക്കൊണ്ട് അത് വിസിബിൾ ആയിരിക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ ഫേഷ്യൽ ഹെയറിൽ ആ പകുതി പ്രൊഡക്റ്റും തങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ സ്കിന്നിൽ ശരിക്കും അബ്സോർബ് ആവുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. സോ ഫേഷ്യൽ ഹെയർ നല്ല രീതിയിൽ റിമൂവ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ സ്കിന്നിൽ അബ്സോർബ് ആവും. ആ ഒരു എഫക്റ്റ് കുറച്ചുകൂടെ കാണാൻ പറ്റും. സോ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. ഇപ്പം കറൻ്റ്ലി ഇത്തരം പ്രൊഡക്ട്സേ ഉള്ളൂ കേട്ടോ. ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ 5-6 സ്റ്റെപ്പൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് സ്കിൻ കെയറിൽ. അതായത് ക്ലെൻസർ, അതായത് ഫേസ് വാഷ്, ടോണർ, സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ് ബാം, 6 പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ കട്ട് ഡൗൺ ചെയ്ത് ഈ ഒരു ഇതിലോട്ട് എത്തിയത്. എനിക്ക് തോന്നുന്നു ഞാൻ ഹാപ്പിയാണ് ഇത്രയും സ്റ്റെപ്പ് വെച്ചിട്ട്. ഡീസെൻറ്റ് ബേസിക് സ്കിൻ കെയർ എപ്പോഴും ബേസിക് ആക്കി വെക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ഒരുപാട് 10 പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബേസിക് കീപ്പ് ഇറ്റ് നീറ്റ് ആൻഡ് സിമ്പിൾ. അത് വർക്ക് ചെയ്യും. ആൻഡ് അത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. ഇപ്പം തന്നെ നമുക്ക് സ്കിന്നിലൊരു ഗ്ലോ ഇല്ലേ. ആൻഡ് എൻ്റെ കുറച്ച് ഓയിലി സ്കിന്നാണ് കേട്ടോ. ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ എൻ്റെ ഫേസ് കാണിക്കുകയാണെങ്കിൽ എൻ്റെ ഫേസ് ഇതിനേക്കാൾ ഒരു 2-3 ഇരട്ടി തിളങ്ങിയിരിക്കുന്ന കാണാൻ പറ്റും. ഈ ഏരിയ ഒന്നും പറയവേ വേണ്ട, അതൊക്കെ തിളങ്ങി അങ്ങ് മരിക്കും. അപ്പം യെസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. സിമ്പിൾ, നീറ്റ്, സിമ്പിൾ, ബേസിക്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാം സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.